വടകരയിൽ കഞ്ചാവുമായി ദമ്പതികൾ പിടിയിൽ. മയ്യന്നൂർ പാറക്കൽ വീട്ടിൽ അബ്ദുൽ കരീം, ഭാര്യ റുക്കിയ എന്നിവരാണ് ഇന്നലെ വടകര എക്സൈസിന്റെ പിടിയിലായത്. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. വടകരയിൽ കഞ്ചാവുമായി ദമ്പതികൾ പിടിയിൽ. മയ്യന്നൂർ പാറക്കൽ വീട്ടിൽ അബ്ദുൽ കരീം, ഭാര്യ റുക്കിയ എന്നിവരെയാണ് വടകര എക്സൈസിന്റെ പിടിയിലായത്. ഇന്നലെ വൈകിട്ട് പഴങ്കാവിൽ നിന്നുമാണ് അബ്ദുൽ കരീം പിടിയിലാവുന്നത്. സംശയം തോന്നി എക്സൈസ് ഉദ്യോഗസ്ഥർ കരീമിനെ ചോദ്യം ചെയ്തതോടെയാണ് കഞ്ചാവ് പിടിച്ചെടുത്തത്. ഇയാളിൽ നിന്നും 10 ഗ്രാം കഞ്ചാവാണ് കണ്ടെത്തിയത്. തുടർന്ന് വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 15 ഗ്രാം കഞ്ചാവ് കൂടി പിടിച്ചെടുത്തു. സംഭവത്തിൽ കരീമിന്റെ ഭാര്യയെയും അറസ്റ്റ് ചെയ്തു. വീട്ടിൽ കവറിലാക്കി സൂക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ് കണ്ടെത്തിയത്. സമീപത്തു നിന്നും ത്രാസും കഞ്ചാവ് വിൽക്കാനായി സൂക്ഷിച്ച ചെറിയ പ്ലാസ്റ്റിക് കവറുകളും എക്സൈസ് കണ്ടെത്തി. വടകര എക്സൈസ് ഇൻസ്പെക്ടർ ശൈലേഷ് PM-ന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ദമ്പതികൾ പിടിയിലാവുന്നത്. ഉച്ചയ്ക്ക് നമ്മൾ പെട്രോളിംഗ് ആയിട്ട് പോയതാണ്. പെട്രോളിംഗ് സമയത്താണ് ഒരാള് നടന്നു പോകുന്ന കാണുന്നത്. ഇയാള് മുമ്പ് നമ്മുടെ അബ്കാരി കേസുകളിലെയും NDPS കേസുകളിലെയൊക്കെ സ്ഥിരം കുറ്റവാളിയാണെന്നും മനസ്സിലാക്കുന്നു. അയാളെ പരിശോധിച്ചപ്പോൾ അയാളിൽ നിന്ന് 10 ഗ്രാം കഞ്ചാവ് കിട്ടുകയാണ്. കഞ്ചാവ് സീസ് ചെയ്തു. നമ്മളിവിടെ വന്നു അയാളെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ അയാള് മുൻപും നിരവധി കേസുകളിൽ പ്രതിയായിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അയാള് പോലീസിന്റെ കളവ് കേസുകളിലും NDPS കേസുകളിലും സ്ഥിരം പ്രതിയാണ്. അയാളുടെ പേര് അബ്ദുൽ കരീം, സൺ ഓഫ് കുഞ്ഞബ്ദുള്ള, പാറക്കൽ വീട്, മയ്യന്നൂർ, വടകര. ഇയാളുടെ അടുത്ത് നിന്ന് നമ്മൾ 10 ഗ്രാം കഞ്ചാവാണ് കണ്ടെടുത്തത്. 4500 രൂപയും അയാളുടെ മൊബൈൽ ഫോണും. അയാൾ സ്ഥിരം കച്ചവടക്കാരനാണെന്ന് നമുക്ക് പിന്നീട് അന്വേഷണത്തിൽ മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമുക്ക് ഇന്നലെ മറ്റൊരു വിവരം ഒരാൾ വിളിച്ചു പറയാണ്. ഒരു വീട്ടില് റുക്കിയ എന്ന് പറഞ്ഞ ആള് കഞ്ചാവ് വിൽപ്പന നടത്തുന്നുണ്ട്. അന്വേഷിച്ചപ്പം പറഞ്ഞ പോലെ നമ്മൾ ആ വീട്ടിൽ പോയി റെയ്ഡ് നടത്തി. അവിടെ നിന്ന് നമുക്ക് കഞ്ചാവ് തൂക്കുന്ന മെഷീന്, പ്ലാസ്റ്റിക് കവറുകൾ, അതായത് കഞ്ചാവ് നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കവറുകൾ, 15 ഗ്രാം കഞ്ചാവ് മറ്റും കിട്ടി. അതിന് അവിടുന്ന് റുക്കിയെ അറസ്റ്റ് ചെയ്തു. നിയമപരമായിട്ട് നടപടികൾ സ്വീകരിച്ചു. പിന്നീടാണ് മനസ്സിലാവുന്നത് ഈ റുക്കിയ എന്ന് പറയുന്നത് ഈ അബ്ദുൽ കരീമിന്റെ ഭാര്യ തന്നെയാണ്. അപ്പം ഇവർ രണ്ടുപേരും അറിഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു ഒന്നിച്ചുള്ള കച്ചവടമാണ്. നമ്മളത് അന്വേഷിക്കുന്നുണ്ട്, കൂടുതലായിട്ട് അന്വേഷിക്കുന്നുണ്ട്. അന്വേഷണത്തിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. കഞ്ചാവ് കൈവശം വെച്ച കുറ്റത്തിന് 2 പേർക്കെതിരെയും കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, മീഡിയ, വടകര. എപ്പോ നോക്കിയാലും പിള്ളേർക്ക് ഒരു കളിയേ ഇല്ലു. നിനക്കെന്നാ വേണ്ടേ? പിള്ളേർ കളിച്ചോട്ടല്ലോ ആമോരാ. ആര്യത്? അതാ മോർണിംഗ് സ്റ്റാറിലെ സുരേഷിന്റെ ചെക്കന്ന്. ഗൾഫിൽ പോകുന്നത് ജോലി കിട്ടിയിട്ട്. ഏത് നമ്മളെ ആ കുടുംബന സുരേഷിന്റെ ചെക്കനാ? അതേന്ന്. കഴിഞ്ഞ ആഴ്ച കൂടെ കളിക്കാൻ പറ്റുന്നുണ്ടായിരുന്ന ചെക്കൻ. ഓന് ജോലി കിട്ടിയ? ഓന് മാത്രമല്ല, ഈ നാട്ടിലെ എല്ലാ പിള്ളേർക്കും ജോലി കിട്ടും. അതിനല്ല അവരീടെ ഇല്ലത്. ഏതിരോ നീ ഏതിന്റെ കാര്യമായി പറയുന്നത്? നമ്മുടെ ശ്രീശങ്കരാചാര്യാന്ന്. തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ.